Hi all. In this video, we'll be discussing the next topics or next set of topics of Module 2, which basically deals with your fundamental duties and your directive principles of state policy. So Module 2-ന്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ Module 2-ന്റെ അടുത്ത മേജർ ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ്, അതായത് Directive Principles of State Policy DPSP-നെ കുറിച്ചും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. Now, first one, what do you mean by DPSP? Short form നമ്മൾ എപ്പോഴും അതിനെ DPSP എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So it is known as your Directive Principles of State Policy. So the Directive Principles of State Policy are enumerated in Part 4 of Indian Constitution from Article 36 to 51. ആർട്ടിക്കിൾ 36 തുടങ്ങി 51 വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് സംസാരിക്കുന്നത്. ആൻഡ് ദ ഫ്രെയിമേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ദ ഐഡിയ ഫ്രം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 1937 വിച്ച് ഹാഡ് കോപ്പിയഡ് ഇറ്റ് ഫ്രം സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. സോ DPSP എന്നുള്ള ഒരു ഐഡിയ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഫ്രെയിമേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് അത് ഐറിഷ്, അതായത് അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. സോ സ്പെയിനിൽ നിന്ന് വന്ന് അയർലൻഡിലേക്ക്, അയർലൻഡ് ഭരണഘടനയിൽ നിന്നാണ് നമുക്കത് ഇന്ത്യയിലേക്ക് നമ്മൾ ഈ ഒരു പോളിസി കൊണ്ടുവന്നിരിക്കുന്നത്. സോ DPSP എന്നുള്ളത് നമ്മുടെ BR അംബേദ്കർ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ ഫ്രെയിമർ അല്ലെങ്കിൽ മെയിൻ ശില്പി എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ പറയുന്നത് DPSP is considered to be the novel features of Indian Constitution. ഇതൊരു ഫോഴ്സ്ഫുള്ളി എൻട്രസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എൻട്രസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. എന്നാൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, അതായത് എല്ലാവർക്കും സമത്വവും എല്ലാവർക്കും വെൽഫെയറും എല്ലാവർക്കും പുരോഗതി ഉണ്ടാകുന്നതിന് വേണ്ടി ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് DPSP-യിൽ സംസാരിക്കുന്നത്. സോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സോ DPSP എന്ന് പറയുന്നത് അംബേദ്കർ പറയുന്നത് പോലെ തന്നെ ഒരു രാജ്യം വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റണമെങ്കിൽ, എല്ലാവർക്കും എല്ലാ രീതിയിലും പുരോഗതിയും അതുപോലെ തന്നെ മേന്മയും പ്രോസ്പെരിറ്റിയും കൊണ്ടുവരുന്ന ഒരു സ്റ്റേറ്റ് ആക്കി മാറ്റണമെങ്കിൽ അതാത് ഗവൺമെൻറ്റുകൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നയങ്ങളെക്കുറിച്ചാണ് DPSP ഡിസ്കസ് ചെയ്യുന്നത്. Alright, so the features of DPSP explains it denotes the ideals that the state should keep in mind while formulating policies and enacting laws. നിയമങ്ങൾ ഉണ്ടാക്കുമ്പോഴും പോളിസീസ് രൂപീകരിക്കുമ്പോഴും എന്തെല്ലാം കാര്യങ്ങൾ സംസ്ഥാനങ്ങളും ഗവൺമെൻറ്റുകളും ഉള്ളിൽ അല്ലെങ്കിൽ നമ്മൾ മുൻകരുതലാക്കി എടുക്കണം, അതായത് നല്ലൊരു സംസ്ഥാനമാക്കി നല്ലൊരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കി ഉയർത്തണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മുൻകരുതലായി എടുക്കണം എന്നുള്ളതാണ് DPSP-യിൽ നമ്മൾ പറയുന്നത്. And the directive principles resembles the instruments of instructions. ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇൻസ്ട്രുമെൻസ് ആണ്. അതായത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് രൂപീകരിക്കുന്നതിന് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് എത്രത്തോളം നമ്മൾ കൊടുക്കാമെന്നുള്ളത്. അഗെയിൻ ഇറ്റ് പ്രൊമോട്ട്സ് വെൽഫെയർ സ്റ്റേറ്റ്, നോട്ട് പോലീസ് സ്റ്റേറ്റ്. ഇതൊരു അതോറിറ്റേറ്റീവ് നേച്ചർ ഉണ്ടാക്കുക എന്നുള്ളതല്ല. വെൽഫെയർ സ്റ്റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, പോലീസ് അല്ലെങ്കിൽ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ അല്ല ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദേ ആർ നോട്ട് ലീഗലി എൻഫോഴ്സിബിൾ. ഒരിക്കലും നമുക്കത് നിയമപരമായിട്ട് നമുക്ക് ഫോഴ്സ്ഫുള്ളി നമുക്ക് അത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല DPSP. Now, the classification of DPSP. We have three broad categories of DPSP, that is Socialistic Principle, Gandhian Principle and Liberal Intellectual Principle. ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാണ് from these category or this classification itself you have come to know that what's the whole concept of DPSP. So basically DPSP means these are certain principles, these are some ideas where the government can follow in order to ensure that the state is being promoted or the state is being progressed into a welfare state. Clear? Now in detail we'll be examining what you mean by Socialistic Principle, what you mean by Gandhian Principle and what you mean by Liberal Intellectual Principle. So the first one is Socialistic Principle. By socialism we don't mean that communism അല്ല നമ്മൾ സംസാരിക്കുന്നത്, സോഷ്യലിസത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. These principles reflects the ideology of socialism which aims to provide social and economic justice. സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ജസ്റ്റിസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ എയിം. And Article 38 explains
the promotion of welfare of people, ആളുകളുടെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുക, to promote equal justice and provide free legal aid to poor. എല്ലാവർക്കും ഈക്വൽ ജസ്റ്റിസും അതുപോലെ തന്നെ പാവപ്പെട്ട അല്ലെങ്കിൽ താഴേക്കടയിൽ നിൽക്കുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ദെൻ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ്, ആർട്ടിക്കിൾ 39 വീണ്ടും പറയുന്നത് എല്ലാ വ്യക്തികൾക്കും ഈക്വൽ ആയിട്ട് റിസോഴ്സസ് നമ്മൾ ഡിവൈഡ് ചെയ്ത്, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് എല്ലാവർക്കും കൃത്യമായിട്ട് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കാര്യങ്ങൾ എത്തുന്നു, റിസോഴ്സസ് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു എന്നുള്ളത്. പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്, ഒരു വ്യക്തികളിൽ മാത്രം സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ കുമിഞ്ഞു കൂടാതെ ശ്രദ്ധിക്കുക. ദെൻ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അത് മെൻ ആയിക്കോട്ടെ വിമൻ ആയിക്കോട്ടെ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായിട്ടുള്ള കൂലി അത് തുല്യമായിട്ട് നൽകുക. ടു സെക്യൂർ എ ലിവിങ് അറ്റ് എ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, എല്ലാവർക്കും ഒരു ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എൻഷുർ ചെയ്യുക. ആൻഡ് ടു സെക്യൂർ ദ റൈറ്റ് ടു വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ, പഠിക്കുവാനും അതിനനുസരിച്ച് ജോലി വാങ്ങുവാനുമുള്ള അവകാശം. സോ ഇതെല്ലാമാണ് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ, DPSPയിലെ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ വാട്ട് ഐ മീൻ ബൈ ദ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ? ഓഫ് കോഴ്സ് ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും, യു ഹാവ് ഫിഗർ ഇറ്റ് ഔട്ട് ലൈക്ക് ഗാന്ധിയൻ ഐഡിയോളജീസിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. ദിസ് ഇസ് ബേസ്ഡ് ഓൺ Gandhian ideology. Now, according to Gandhian principle, it states that to organize village panchayat to function as a unit of self-government. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ത്രിതല പഞ്ചായത്തുകളും പഞ്ചായത്തിൻ്റെ കമ്മിറ്റീസും എല്ലാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ ഡെമോക്രസിയും അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് സെൽഫ് ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ, അതായത് താഴെത്തട്ടിലുള്ളവർക്ക് വേണ്ടിയാണ് പഞ്ചായത്തുകൾ നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. നൗ ടു പ്രൊമോട്ട് വില്ലേജ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, ചെറുകിട വ്യവസായങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ദ തേർഡ് വൺ, ടു പ്രൊമോട്ട് ദ എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് SC, ST ആൻഡ് അതർ വീക്കൻഡ് സെക്ഷൻ ഓഫ് സൊസൈറ്റി. സമൂഹത്തിലെ താഴെക്കടയിൽ നിൽക്കുന്ന SC, ST അല്ലെങ്കിൽ മറ്റുള്ള പിന്നോക്ക സമുദായങ്ങളെ വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പ്രൊമോട്ട് ചെയ്യുക. ദ ലാസ്റ്റ് വൺ, ടു പ്രൊഹിബിറ്റ് ദ കൺസംഷൻ ഓഫ് ഇൻടോക്സിക് സബ്സ്റ്റൻസസ്, ഡ്രിങ്ക്സ്, ഡ്രഗ്സ് വിച്ച് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളുടെ കൺസംഷൻ നമുക്ക് മാക്സിമം ഡിസ്കറേജ് ചെയ്യുക, പ്രൊഹിബിറ്റ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ DPSPയിൽ നമ്മൾ ഒരു ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നൗ ദ നെക്സ്റ്റ് വൺ ഇസ് ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. സോ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ദ ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ആൻഡ് ഒബ്വിയസ്ലി ദിസ് പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് ലിബറലിസം. ലിബറലിസത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഐഡിയാസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് യൂണിഫോം സിവിൽ കോഡ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് യൂണിഫോം സിവിൽ കോഡ്. അത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 44 പറയുന്നത്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള നിയമങ്ങൾ, രാജ്യം മൊത്തം ഒരേ നിയമം, ഒരേ സിവിൽ കോഡ് കൊണ്ടുവരിക എന്നുള്ളത്. ദെൻ ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ അൺടിൽ ദേ റീച്ച് ദ ഏജ് ഓഫ് 6 years. അതായത് 6 വയസ്സ്, നമ്മൾ പറഞ്ഞ 6 നും 14 ഇടയിൽ ഫ്രീ എഡ്യൂക്കേഷനാണ്. 6 വയസ്സ് എത്തുന്നത് വരെയും നല്ലൊരു കെയർ, നല്ലൊരു ഹെൽത്ത് കെയർ, നല്ലൊരു ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അംഗൻവാടികൾ വഴിയും മറ്റുള്ള സ്ഥാപനങ്ങൾ വഴിയും കൃത്യമായിട്ട് നമ്മൾ സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്. ദെൻ ആർട്ടിക്കിൾ 48A പറയുന്നത് ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് ടു സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. നമ്മൾ മനുഷ്യർ മാത്രമല്ല പ്രകൃതിയെയും അതുപോലെ വനസമ്പത്തിനെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 48A പറയുന്നത്. ആർട്ടിക്കിൾ 49 പറയുന്നത് ടു പ്രൊട്ടക്ട് മോണ്യുമെൻറ്റ്സ്, പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർ ഹിസ്റ്റോറിക് ഇൻട്രസ്റ്റ്. ഫോർ എക്സാമ്പിൾ ഫോർട്ടുകൾ, ഇപ്പോൾ താജ്മഹൽ ഒരു എക്സാമ്പിളാണ്. നമ്മൾ പണ്ട് രാജാക്കന്മാർ താമസിച്ചിരുന്ന പാലസുകൾ, ഇതൊക്കെ ആർട്ടിസ്റ്റിക് ആയിട്ടും ഹിസ്റ്റോറിക്കൽ ഇൻട്രസ്റ്റുമുള്ള അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥാപനങ്ങൾ, മോണ്യുമെൻറ്റ്സ് നമ്മൾ സംരക്ഷിക്കുക. ആൻഡ് ലാസ്റ്റ് വൺ ആർട്ടിക്കിൾ 51 പറയുന്നത് ടു പ്രൊമോട്ട് international peace and security and to maintain just and honorable relations with nations. രാജ്യങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള സൗഹൃദം കാത്ത് മുന്നോട്ട് കൊണ്ടുപോവുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റലക്ച്വൽ ആൻഡ് ലിബറൽ പ്രിൻസിപ്പിൾ നമ്മൾ DPSPയിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഗവൺമെൻറ്റുകൾ ശ്രമിക്കുന്നത്. നൗ ഇത് മൂന്നും കൂടാതെ ഒരു പുതിയ സെറ്റ് DPSPയിൽ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ DPSP എന്ന് ചോദിക്കുമ്പോൾ ഈ 3 പ്രിൻസിപ്പിൾസ് പറയാം, അതിനോടൊപ്പം തന്നെ പുതിയതായി
42ാമത്തെ ഭരണഘടനാ ഭേദഗതിയോടുകൂടി 42nd amendment in the year 1976 4 കാര്യം കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടി നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആഡ് ചെയ്യണം. ഓക്കെ, so in the year 1976 with the 42nd amendment they have added 4 new directive principles to the original list. പഴയ ലിസ്റ്റിന്റെ കൂടെ ഈ 4 കാര്യം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. And those 4 things are to secure opportunities for healthy development of children. കുട്ടികളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഹെൽത്തിനും വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് സംസ്ഥാനങ്ങളും ഗവൺമെന്റും ഒരുക്കി കൊടുക്കണം. ടു പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ടു പ്രൊവൈഡ് ഫ്രീ എയ്ഡ് ടു പുവർ. അതായത് അത് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊന്നും കൂടിയും അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള അവകാശങ്ങളും അതുപോലെ ജസ്റ്റിസും ഫ്രീ ലീഗൽ എയ്ഡ് നൽകുക എന്നുള്ളത്. ആർട്ടിക്കിൾ 43A പറയുന്നത് ടു ടേക്ക് സ്റ്റെപ്സ് ടു സെക്യൂർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. വ്യവസായങ്ങളുടെ അല്ലെങ്കിൽ വ്യവസായ മേഖലയിൽ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ, അതായത് മാനേജ്മെന്റ് തലങ്ങളിലേക്ക് വരുമ്പോൾ ജോലിക്കാരുടെ ഇടയിൽ നിന്നും അവരുടെ പ്രാതിനിധ്യങ്ങളും മാനേജ്മെന്റ് ആ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് തലത്തിലേക്ക് തൊഴിലാളികളിൽ നിന്നും കൂടി പ്രാതിനിധ്യം വേണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 43A പറയുന്നത്. ആൻഡ് അഗെയിൻ യുവർ ആർട്ടിക്കിൾ 48A explains the protection and the significance of protecting and improving the environment and to safeguard forest and wildlife. വൈൽഡ് ഫോറസ്റ്റും ചെയ്യുന്നത് അത് ഓൾറെഡി നമ്മൾ ഇൻ്റലക്ച്വലിലും ലിബറൽ ആൻഡ് ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊരു സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് സെപ്പറേറ്റ് ആയിട്ടൊരു പ്രിൻസിപ്പിളായിട്ട് മുന്നോട്ട് ഈ പറയുന്ന 42ാമത്തെ അമെൻമെൻറ്റിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. സോ ഈ 4 കാര്യം കൂടി നമ്മൾ പുതിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. സോ DPSP എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെൻറ്റും ഒരു രാജ്യത്തിന് എല്ലാ രീതിയിൽ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരേണ്ട പോളിസീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ലീഗലി നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഓരോ ഗവൺമെൻറ്റും അവരവരുടെ ഐഡിയോളജീസിനനുസരിച്ച് നമുക്കതിലെ കാര്യങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. അത് 3 തരത്തിലുണ്ട്. സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ളതുണ്ട്, ഗാന്ധിയൻ ഉണ്ട്, ആൻഡ് ലിബറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ 4 പ്രിൻസിപ്പിൾസ് 1976 കൊണ്ടുവന്നിരിക്കുന്ന 42ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം എഴുതി ചേർക്കപ്പെട്ടവയാണ്. സോ ദിസ് ഇസ് അബൌട്ട് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP എന്ന് പറയുന്നത്. നൗ വാട്ട് ഐ മീൻ ബൈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്? ഒറിജിനലി സ്പീക്കിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന സമയത്ത് വി ഡോണ്ട് ഹാവ് ദ സോ കോൾഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വി ഹാഡ് ഓൺലി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, which means that ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നുള്ളത് പിൽക്കാലത്ത് നമ്മൾ എഴുതി ചേർക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ ലേറ്റർ ഓൺ നമ്മൾ ആഡ് ചെയ്തതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. സോ ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻഡ് ഓൺലി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് നോട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. Later in the year 1976 fundamental duties of Indian citizens were added to constitution, and later in year 2002 one more fundamental duty was added. So 1976 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു. ആ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനോടൊപ്പം ഒരു ഡ്യൂട്ടി കൂടിയാണ് 2002 ആഡ് ചെയ്തത്. അത് ഏതെല്ലാം എന്നുള്ളതാണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഇൻസ്പയർഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USSR. പഴയ USSR കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കണ്ടന്റും അതിൽ നിന്ന് നമ്മൾ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. Then Swaran Singh Committee suggested the incorporation of 8 fundamental duties to the Indian Constitution, and the 42nd Amendment in the year 1976 included 10 fundamental duties. So fundamental duties നെ കുറിച്ച് പഠിക്കുവാനായിട്ട് നിയമിച്ച കമ്മിറ്റിയുടെ പേരാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. സോ സ്വരൺ സിംഗ് കമ്മിറ്റി പറഞ്ഞത് 8 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ 1976 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് 10 കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടീസ് ആണ് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ അറ്റ് പ്രസൻറ്റ് വി ഹാവ് 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഈ 10 ഡ്യൂട്ടീസിനോടൊപ്പം 2002 ഒരു ഡ്യൂട്ടിയും കൂടി നമ്മൾ ആഡ് ചെയ്തു, വിച്ച് മീൻസ് ദാറ്റ് കറൻ്റ്ലി നമുക്ക് 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. ആൻഡ് ദോസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ ആസ് ഫോളോസ്. According to Article 51A, it shall be the duty of every citizens. ഈ താഴെ പറയുന്ന 11 കാര്യങ്ങളും ആർട്ടിക്കിൾ 51A പ്രകാരം എല്ലാ ഇന്ത്യൻ സിറ്റിസൺസും പാലിക്കേണ്ടതാണ്.
The first one is to abide by the constitution and respects its ideals and institutions, the national flag and the national anthem. അതായത് ഇന്ത്യൻ ഭരണഘടനയോടും അതുവഴി നിർമ്മിതമായിട്ടുള്ള നാഷണൽ ഫ്ലാഗിനോടും നാഷണൽ ഏന്തത്തിനോടും ആദരവ് കാണിക്കണം. Alright. Second one, to cherish and follow the noble ideals that inspired the national struggle for freedom. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യങ്ങളും അതിനോടനുബന്ധിക്കുന്ന അതിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ ആളുകളോടും വ്യക്തികളോടുമുള്ള റെസ്പെക്ട്, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് number 2, that means fundamental duty number 2. Number 3, to uphold and protect the sovereignty, unity and integrity of India. ഇന്ത്യയുടെ സോവറിനിറ്റിയും അതുപോലെ തന്നെ ആ ഒരുമ, അതുപോലെ ആ ഇൻറ്റഗ്രിറ്റി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും മൗലികമായിട്ടുള്ള ഡ്യൂട്ടീസിൽ പെടുന്നതാണ്. ദെൻ ടു ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് ടു റെൻഡർ ദ നേഷൻ സർവീസ് വെനെവർ ഇറ്റ് ഇസ് കോൾഡ്. അതായത് രാജ്യം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതൊരു സമയവും രാജ്യം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് മുന്നോട്ട് വരിക എന്നുള്ളതാണ് നാലാമത്തെ ഡ്യൂട്ടി. ഫിഫ്ത്ത് ഡ്യൂട്ടി, ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് എ കോമൺ ബ്രദർഹുഡ് among all sections of the nation as such. അതായത് രാജ്യത്തിനകത്ത് ആളുകൾ തമ്മിൽ, സെക്ഷൻസ് തമ്മിൽ ഒരു സാഹോദര്യവും ഒരു ബ്രദർഹുഡും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് the fifth duty. Now the next one, ആറാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് to value and preserve the rich heritage of the country's composite culture. നമ്മുടെ രാജ്യത്തിൻ്റെ ആ റിച്ച് ആയിട്ടുള്ള ഒരു പാരമ്പര്യവും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഹെറിറ്റേജ് നിലനിർത്തി മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. ഏഴാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിങ് ഫോറസ്റ്റ്, ലേക്ക്, റിവർ ആൻഡ് വൈൽഡ് ലൈഫ്. വനജീവൻ മാത്രമല്ല, വനസമ്പത്താണെങ്കിലും നദികൾ, അതുപോലെ തടാകങ്ങൾ, വനം, ഇതെല്ലാം സംരക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അതിനുവേണ്ടിയാണ് നമ്മൾ പല രീതിയിലുള്ള നിയമ ഭേദഗതികളും നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം ആൻഡ് ദി സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം. അതായത് സയൻറ്റിഫിക് പരമായിട്ടുള്ള ഒരു പുരോഗതി, അത് സയൻസ് ആൻഡ് ഡെവലപ്മെൻറ്റിലാണെങ്കിലും റീസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലാണെങ്കിലും നമ്മളാൽ കഴിയുന്ന കോൺട്രിബ്യൂഷൻ, അത് ചെയ്യുന്ന വ്യക്തികളോടും അതുപോലെ തന്നെ നമുക്ക് നൽകാവുന്ന കോൺട്രിബ്യൂഷൻസും നമുക്ക് നൽകി പോരണം. ആൻഡ് ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു അബ്ജർ വയലൻസ്. അതായത് നമുക്ക് നമ്മളുടെ ടാക്സ്, നമ്മളടയ്ക്കുന്ന ടാക്സിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടി, പൊതു സ്വത്ത്, പൊതു മുതൽ ഒരിക്കലും നശിപ്പിക്കാതെ അത് കൃത്യമായിട്ട് കൊണ്ടുവരണം. നമ്മുടെ KSRTC ബസ് ആണെങ്കിലും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണെങ്കിലും നമുക്ക് നമ്മുടെ പബ്ലിക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന പാർക്കുകൾ, ലൈബ്രറികൾ, ലേക്സ്, റോഡ്, ഹോസ്പിറ്റൽസ്, ഇതെല്ലാം കൃത്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടി ഉത്തരവാദിത്വമാണ്. To strive towards excellence in all spheres of individuals and collective activity so that the nation constantly rise to higher level of endeavor and achievement. രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് നമുക്ക് ഏതെല്ലാം തലങ്ങൾ, ഓൾ സ്പിയേഴ്സ്, ഏതെല്ലാം മേഖലകളിലേക്ക് നമുക്ക് കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റും അത് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നൽകുക എന്നുള്ളതാണ് 10ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ദെൻ 11ാമത്തെ ഡ്യൂട്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് നമുക്ക് 2002 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം കൊണ്ടുവന്ന അഡീഷണൽ ഡ്യൂട്ടി. And according to the 11th duty, it states that to provide opportunities for education to his or her child between the age group of 6 to 14 years. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ വ്യക്തികളുടെ, ഓരോ വ്യക്തികളുടെയും മൗലികമായിട്ടുള്ള ഡ്യൂട്ടീസിൽ പെടുന്നതാണ്. സോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ലേറ്റർ ഓൺ ആഡ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. 11 ഡ്യൂട്ടീസാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ആദ്യകാലത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രമുള്ള ഡ്യൂട്ടീസ് പിൽക്കാലത്താണ് നമ്മൾ എഴുതി ചേർക്കപ്പെട്ടത്. അതിനുവേണ്ടി ഒരു കമ്മിറ്റി, സ്വരൺ സിംഗ് കമ്മിറ്റി കൊണ്ടുവന്നു. അതിനുശേഷം നമുക്ക് ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം 10 ഡ്യൂട്ടീസ് ആഡ് ചെയ്തു. ലേറ്റർ ഓൺ ഇൻ ദ ഇയർ 2002 one more additional fundamental duties were incorporated to Constitution of India. So this is about the fundamental duties entrusted or enshrined in the Indian Constitution. So with that we come to the end of module 2. Module 2 inde topics ellamana nammal explain cheyittulladu. So if you have any sort of confusions or doubts, feel free to drop your comments in your comment box. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോൻ്റെ PPTs നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ID ഞാൻ നൽകുന്നുണ്ട്. ആ മെയിൽ ID യിലേക്ക് നിങ്ങളൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ
ഈ മോഡ്യൂൾസിൻ്റെ PPT ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. So hope this particular video was really helpful for you. So we'll be back with module 3 videos soon.